പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് അങ്ങ് കൊല്ലത്താണ്. കാനനപാതയിലൂടെയുള്ള യാത്രയും പ്രകൃതി ഭംഗിയും നിറഞ്ഞ റോസ് മലയിലേക്കാണ് നമ്മുടെ യാത്ര. ശെന്തുരുണിയാറിന്റെയും കുളത്തൂപ്പുഴയാറിന്റെയും എല്ലാം ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന കൊല്ലത്തെ റോസ് മലയിലേക്ക് റാഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നു. കൊല്ലം കണ്ടവർ ഇല്ലം വേണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. കൊല്ലം ശെന്തുരുണി വനമേഖലയിലാണ്. കൊല്ലത്തിൻ്റെ കാനന ഭംഗി ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് ഈ ശെന്തുരുണി. വന്യജീവികളും വൻമരങ്ങളും ചിത്രശലഭങ്ങളും എല്ലാം ഇവിടെ യഥേഷ്ടം മാണലുള്ളുന്നു. നമുക്ക് ശെന്തുരുണിയിലെ വിശേഷങ്ങൾ കണ്ടുമടക്കാം. കമ ആര്യങ്കാവ് റോസ്മലയിലേക്കുള്ള സഞ്ചാരം ഏതൊരു പ്രകൃതി സ്നേഹിയെയും ആകർഷിക്കും. ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ച് റോസ്മലയിൽ അവസാനിക്കുന്ന കാനനപാത യുവാക്കൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ഹരം കൊള്ളിക്കുന്നതാണ്. ആര്യങ്കാവ് എത്തിയാൽ 12 കിലോമീറ്റർ കാട്ടിലൂടെ വേണം റോസ്മലയിലെത്താൻ. പക്ഷേ ഈ യാത്രയിൽ സഞ്ചാരികളെ നിരാശപ്പെടുത്തില്ല ശെന്തുരുണി. ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. ഇടതൂർന്ന വനങ്ങളും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുമൊക്കെ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ്. മങ്ങിത്തുടങ്ങിയ നാട്ടുവെളിച്ചത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ ആകാശരേഖ, മുന്നിൽ എന്നും ത്രസിപ്പിക്കുന്ന റോഡ്, ഓഫ് റോഡ് യാത്രകളുടെ സൗന്ദര്യ ലഹരി, അതാണ് റോസ്മല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാസ്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞതും ഉരുളൻ കല്ലുകൾ നിറഞ്ഞതുമായ കാട്ടുവഴി, ഇതെല്ലാം കടന്ന് എത്തിച്ചേരുന്നത് കാലാവസ്ഥയും പ്രകൃതിയും ചേർന്ന് റോസാപ്പൂവിന്റെ ചന്തം നിറച്ച് മനോഹരമാക്കിയ ഇടത്തേക്ക്. ഇവിടുത്തെ ഓരോ വളവുകളിലും നമ്മെ ഭയപ്പെടുത്താനെന്ന മട്ടിൽ കരിമ്പാറക്കൂട്ടങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട്. കൊമ്പന്റെ തലയെടുപ്പോടെ വഴികളിൽ ഇടയ്ക്കിടെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാം. അവയോട് ചേർന്ന് ആനത്താരകളും. യാത്രക്കിടെ പലപ്പോഴും ഇത്തരം കാട്ടരുവികളെ മുറിച്ചു കടക്കണം. റോസ്മല വ്യൂ പോയിന്റിന് 1 കിലോമീറ്റർ അടുത്തുവരെ വാഹനങ്ങൾ പോകും. ഇവിടെ നിന്ന് നടന്നു വേണം മുകളിലേക്കെത്താൻ. ഇടയ്ക്ക് വനം വകുപ്പിന്റെ ടിക്കറ്റ് കൗണ്ടറും ഇക്കോ ഷോപ്പുമുണ്ട്. ഒടുവിൽ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ്, അതായത് റോസ്മലയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റായ പരപ്പാർ വ്യൂ പോയിന്റിലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ ആകാശ കാഴ്ച ഈ മുകളിൽ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും. നമുക്ക് ഇനി ബാക്കി വിശേഷം അവിടെ ചെന്ന് നമുക്ക് പറയാം. പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ശെന്തുരുണിയാറും ഉമയാറും കുളത്തൂപ്പുഴയാറും ഇവിടെ 15ഓളം ചെറുദ്വീപുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അധികം മനുഷ്യസ്പർശം ഏറ്റിട്ടില്ല. പരപ്പാർ ഡാമിൻ്റെ ഉദ്ഘാടനത്തോടെ സംബന്ധിച്ച് ഈ വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് ഇത്തരം തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിനു മുന്നേ ഈ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ വനഭൂമിയായിരുന്നു. അതിന് ചുറ്റും വെള്ളം നിറഞ്ഞപ്പോൾ അത് തുരുത്തായിട്ട് രൂപപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാം ജനങ്ങൾ തങ്ങിയിരുന്ന സ്ഥലമാണ്. ഇവിടെ പല പ്രദേശങ്ങളിലും ജനവാസവും കൃഷിയും ഒക്കെ ഉള്ള മേഖലയായിരുന്നു. അത് വെള്ളം നിറഞ്ഞപ്പോൾ ഡാമിൻ്റെ കമ്മീഷനിങ്ങോടനുബന്ധിച്ച് അവരെല്ലാം ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. 22 കിലോമീറ്റർ നീളത്തിൽ നേർരേഖയിൽ കേസ്മെന്റ് ഏരിയയുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏക ഡാമായിരിക്കണം തെന്മല പരപ്പാർ അണക്കെട്ട്.
പരപ്പാർ ഡാമിനുള്ളിൽ റോസാപ്പൂക്കൾ ഇതൾ കൊഴിഞ്ഞ പോലെ ചെറിയ പച്ചത്തുരുത്തുകൾ കാണാം. ഈ ആകൃതി കാരണമാണ് റോസ്മലയ്ക്ക് ആ പേര് വന്നതെന്ന് ഒരു കഥയുണ്ട്. ഇവിടെ എസ്റ്റേറ്റ് സ്ഥാപിച്ച ബ്രിട്ടീഷ് പ്ലാന്ററുടെ ഭാര്യ റോസ്ലിന്റെ പേരിൽ നിന്നാണ് ഇത് റോസ്മലയായതെന്നും മറ്റൊരു കൂട്ടർ. റോസ്മലയിലെ ഒരു പ്രകൃതി സൗന്ദര്യം, ഈ വ്യൂ പോയിന്റിൻ്റെ ഒരു ഇത്, ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പം ഈ വർഷമാണ് ഈ ചൂട് കൂടുതലായത്, അല്ലെങ്കിൽ ഇത്രയും ചൂട് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് 12 കിലോമീറ്റർ കാട്ടിക്കൂടെ വരുന്നത്, അത് ഒരു ത്രില്ലായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. വന്നവർ വീണ്ടും വരുന്നവരുണ്ട്. റോസ്മല കാണാനൊക്കെ നല്ല പ്രകൃതി, നല്ല സ്ഥലമാണ്. എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. മരത്തിൻ്റെ പേരിൽ അറിയുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ, ഒരു വൃക്ഷത്തിൻ്റെ പേര്. ഓഫ് റോഡ് വാഹനത്തിനു മാത്രമേ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. രാത്രിയാത്ര അതീവ അപകടകരമാണ്, അതുപോലെ തന്നെ സാഹസികവും. ഒന്നു മാത്രം ഓർക്കുക, ശാന്തമായ പ്രകൃതിയുടെ ഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. സഞ്ചാരികളെ ഒട്ടും നിരാശപ്പെടുത്തില്ല റോസ്മല. കാണാൻ ഒരുപാട് കാഴ്ചകൾ അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ഇടങ്ങളിലും. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. അപ്പോൾ അതാണ് റോസ്മലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മഴക്കാലമാണ്. മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ അധികൃതരുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ സമയത്ത്, നല്ല മഴയുള്ള സമയത്ത് ഈ മലയോര മേഖലകളിലേക്കോ അല്ലെങ്കിൽ കാടിനടുത്തേക്കോ ഒക്കെ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാനൊക്കെ പോകുന്നത് വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായ സമയത്ത് എന്താണോ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്, അത് പാലിച്ചു മാത്രം യാത്രകൾ പോവുക. അത് മറികടന്ന്, മുന്നറിയിപ്പുകളെ മറികടന്ന് ഒരിക്കലും പോയി അപകടത്തിൽ പെടരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും.